വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടതോടുകൂടി വീണ ജോർജ് നെട്ടോട്ടം തുടങ്ങി. കേസിൽ ഗൂഢാലോചന തെളിഞ്ഞാൽ വീണ പ്രതിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. കള്ളമൊഴി നൽകിയ ഗൺമാൻ അകത്താവും. CPM PR ഏജൻസികൾ രൂപം നൽകിയ നാടകമായിരുന്നു വീണയ്ക്ക് നേരെയുള്ള ആക്രമണം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ പോലീസ് കണ്ടു നിൽക്കില്ല. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ പോലെ പരസ്യമായ ഒരു സ്ഥലത്ത് നടക്കുന്ന ആക്രമണം നിസ്സാരവൽക്കരിക്കാൻ കഴിയുകയുമില്ല. വീണയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാകും. എന്നാൽ പിണറായിയുടെ പോലീസിന് ഇതിൽ ആക്രമണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടതുമില്ല. അതിനാൽ സതീശൻ സർക്കാരിന് സംശയം തോന്നി. അങ്ങനെയാണ് അന്വേഷണത്തിന് തീരുമാനം ഉണ്ടായത്. സ്പീക്കറായിരുന്ന ഷംസീറിന്റെ നിർദ്ദേശാനുസരണമാണ് വീണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് എന്നൊരു കഥയും പ്രചരണത്തിനുണ്ട്. എന്നാൽ ഷംസീർ വന്ദേ ഭാരതത്തിൽ സ്ഥലം വിട്ടതിനാൽ കേസിൽ പ്രതിയാകാനുള്ള സാധ്യത കുറവാണ്. വീണ കള്ളം പറഞ്ഞാണ് ആശുപത്രിയിലായതെങ്കിൽ അതിന്റെ മറുപടി അവർ പറഞ്ഞേ തീരൂ. അതാണ് മുൻ മന്ത്രി ചിലപ്പോൾ കേസിൽ പ്രതിയാകുമെന്ന സൂചനകൾ ഉയരുന്നത്. നിലവിൽ റെയിൽവേ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ, അതായത് SIT നിയോഗിക്കും. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാകും അന്വേഷണ തലവന്മാർ. ഫെബ്രുവരി 25 നടന്ന പ്രതിഷേധത്തിനിടെ വീണ ജോർജിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്ന കേസിൽ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അടക്കം 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവർക്ക് പിന്നീട് ജാമ്യവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഉൾപ്പെട്ട പ്രതിഷേധ സംഭവങ്ങളിൽ UDF സർക്കാർ പ്രഖ്യാപിക്കുന്ന മൂന്നാമത്തെ തുടരന്വേഷണമാണ് ഇത്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരിച്ചുള്ള അന്വേഷണം കേസിൽ വലിയ വഴിത്തിരിവുണ്ടാക്കി. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനെതിരെ ഇൻഡിഗോ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലും പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ MLA TO മോഹനൻ നൽകിയ പരാതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകർ ആയുധം ഉപയോഗിച്ച് മന്ത്രിക്ക് നേരെ ചാടി വീണതും കഴുത്തിനാക്രമിച്ച് പരിക്കേൽപ്പിച്ചുമുള്ള ഗൺമാന്റെ മൊഴിയിലാണ് അന്ന് കേസെടുത്തത്. എന്നാൽ സംഭവ സ്ഥലത്ത് നിന്ന് പ്രതികളെ പിടികൂടിയ പോലീസ് ആയുധങ്ങളൊന്നും കണ്ടെത്താനായില്ല. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടുകയും ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്ത വീണ ജോർജ് പിറ്റേന്ന് പുലർച്ചെ രഹസ്യമായി ആശുപത്രിയിൽ പത്തനംതിട്ടയിലേക്ക് റോഡ് മാർഗം പോവുകയും ചെയ്തു. അത് വലിയ ചർച്ചയായി. സംഭവവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ തെളിവുകളോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്കെതിരെ 13 വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് പിന്നീട് വധശ്രമ കേസ് ഒഴിവാക്കേണ്ടി വന്നു. മാസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ച് റെയിൽവേ പോലീസിന് നൽകിയ മൊഴിയിൽ ഉന്തിലും തള്ളിലുമാണെന്ന് പരിക്കേറ്റതെന്നും വ്യക്തമാക്കിയ വീണ ജോർജ് ആയുധം കൊണ്ടുള്ള ആക്രമണമെന്ന വാദം ഏറ്റുപിടിച്ചില്ല. കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവം CPM PR ഏജൻസിയുടെ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്ത സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിന്റെ മാതൃകയിൽ ടീസർ പുറത്തുവിട്ട് ആഘോഷിക്കാനുള്ള ഒന്നായി മന്ത്രിക്കുണ്ടെന്ന് പറയപ്പെടുന്ന പരിക്ക് മാറിയെന്നാണ് ആരോപണം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കത്രിക വയറിൽ കുടുങ്ങിയ സംഭവത്തെ തുടർന്ന് ആരോഗ്യമന്ത്രിക്കെതിരെ കുറെ നാളുകളായി പ്രതിഷേധം അന്ന് ആ കാലഘട്ടത്തിൽ കനക്കുന്നുണ്ടായിരുന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് നടന്നത്. എന്നാൽ പെട്ടെന്ന് ചിത്രം വഴിമാറി. മന്ത്രിക്ക് കോൺഗ്രസുകാരിൽ നിന്ന് പരിക്കേറ്റെന്ന് തെളിയിക്കാനുള്ള ഒന്നും തന്നെ കണ്ണൂരിൽ ഉണ്ടായില്ല. എന്നാൽ മന്ത്രി ICUവിലായി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മന്ത്രിയെ സന്ദർശിച്ചു. നാട് മുഴുവൻ പ്രതിഷേധമുയർന്നു. സമൂഹ മാധ്യമങ്ങൾ ഇടത് ഹാൻഡിലുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ പരക്കെ വിമർശിക്കപ്പെട്ടു. സാഹചര്യത്തിലും മന്ത്രി ആശുപത്രിയിലായതിനാൽ ദുഃഖം തളം കെട്ടി. ഇതിനിടയിൽ ചാനൽ ക്യാമറകൾ യഥാർത്ഥ വിഷ്വലുകൾ പുറത്തുവിട്ടു. ഇതിനിടയിൽ CPMന് വേണ്ടി പ്രവർത്തിക്കുന്ന PR ഏജൻസികൾ മന്ത്രിയെ ആശുപത്രിയിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. മന്ത്രിക്കും വകുപ്പിനുമെതിരെ നിലനിൽക്കുന്ന ചീത്തപ്പേര് ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഏജൻസികൾ നടത്തിയത്. മന്ത്രിയുടെ കഴുത്തിന് എങ്ങനെ പരിക്കേറ്റെന്നാണ് കോൺഗ്രസുകാർ പോലും അത്ഭുതപ്പെട്ടത്. പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തെത്തിയിട്ടില്ല. എന്നാൽ മന്ത്രി അവർക്ക് നേരെ ആക്രോശിക്കുന്ന സമയത്ത് കഴുത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. മന്ത്രിക്ക് MRI പരിശോധന വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും മന്ത്രിയെ പുറത്തിറക്കാൻ ഏജൻസികൾ സമ്മതിച്ചില്ല. മന്ത്രിയുടെ പരിക്ക് ഗുരുതരമായിരുന്നെങ്കിൽ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന സ്പീക്കർ വന്ദേ ഭാരതത്തിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങില്ലായിരുന്നു. തിരിച്ചടിക്കും എന്ന ധ്വനിയോടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എഴുതിയ FB പോസ്റ്റ് പോലും ഏജൻസികളുടെ തീരുമാനപ്രകാരം എഴുതിയതാണെന്നായിരുന്നു ആക്ഷേപം. തുടർന്ന് ഭരണമെന്ന ചിന്ത മാത്രം ഒപ്പം കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിക്കും CPMനും വീണു കിട്ടിയ ഒരായുധമായി വീണ ജോർജിന്റെ പരിക്ക് മാറി.
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം ആരോഗ്യ മന്ത്രി വീണ ജോർജിന് നേരെ നടക്കുന്ന പ്രതിഷേധം രണ്ടാം തവണയാണ് അന്ന് വിവാദമായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് ഇടത് വലത് മുന്നണികൾ തമ്മിൽ വലിയ വാക്പോരിടയാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ ഒരാഴ്ച പിന്നിടും മുമ്പാണ് KSU പ്രതിഷേധവും മന്ത്രിയെ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. സംഭവത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത CPM വിഷയം രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം നടത്തി. ആശുപത്രിയിൽ ICUവിൽ പ്രവേശിച്ച മന്ത്രി വീണയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗം എത്തുകയും ഒക്കെ ചെയ്തതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തത്. എന്തായാലും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും ചേർന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും.